വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോ ഇസുക്ക് പയ്യൻ അവനാണെങ്കിൽ സത്യങ്ങളെല്ലാം അവന്റെ ഫ്രണ്ട്സിനോട് തുറന്നു പറഞ്ഞ് ഇപ്പോൾ സ്കൂൾ വിട്ട് ത്തേക്ക് വന്നിരിക്കുകയാണ്. ഇനി എന്റെ സമയമാണ്, തീർച്ചയായിട്ടും ആ വില്ലന്മാരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ആ തകർന്നു പോയ സിറ്റിയിൽ അവൻ അങ്ങനെ ടെററായിട്ട് നിൽക്കും. അപ്പൊ അതേ സിറ്റിയിൽ തന്നെ സൗത്ത് സൈഡിൽ രണ്ട് സൂപ്പർ ഹീറോ എത്തിയിരിക്കുകയാണ്. അവിടെ കുറച്ച് ജനങ്ങൾ കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവരെ സേവ് ചെയ്യാനാണ് ഇപ്പൊ അവരെല്ലാവരും അവിടേക്ക് എത്തിയിരിക്കുന്നത്. സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ പെങ്കൊച്ചിനോട് പറയും, അവിടെ ചില വില്ലന്മാരും ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ആ ജയിലിൽ നിന്ന് ഇറങ്ങിയ കുറച്ച് വില്ലന്മാര് അവിടേക്ക് പോയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അവരുടെ കണ്ണ് വെട്ടിച്ച് ജനങ്ങളെ കൺവിൻസ് ചെയ്ത് നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് എത്രയും വേഗം അവരെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് ടക്കുച്ചിയ ബിൽഡിംഗ് ലക്ഷ്യമാക്കി അവർ രണ്ടുപേരും ഓടും. അവരാണെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ കണ്ടെത്തും. പക്ഷെ ആ ജനങ്ങളാണെങ്കിൽ അവരെ പുച്ഛിച്ച് തള്ളുകയാണ്. ഇപ്പോ നിങ്ങളെപ്പോലുള്ള ലോക്കൽ ഹീറോസിനെയാണോ ഞങ്ങളെ രക്ഷിക്കാനായിട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് ഇവരുടെ സഹായം ആവശ്യമില്ല. അതിനാ പയ്യൻ പറയും, ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫിൽറ്ററും ഫുഡും ഒക്കെ തന്നെ റെഡിയാണ്. അവിടെ നിങ്ങളുടെ സെക്യൂരിറ്റി വളരെ കൂടുതലായിരിക്കും. അതിനവർ ദേഷ്യപ്പെട്ട് പറയും, ഇത് ഞങ്ങളുടെ വില്ലേജ് ആണ്, ഇവിടം വിട്ട് ഞങ്ങൾ എവിടേക്കും വരില്ല. ഇവിടെയുള്ള ജനങ്ങളെയും ഞങ്ങളുടെ സാധനങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾക്കറിയാം. ഓൾറെഡി ഇവിടേക്ക് വന്ന കള്ളന്മാരെ ഞങ്ങൾ തല്ലിക്കൊന്ന് ഒരു ഭാഗത്തിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആരുടെ സഹായം വേണ്ട എന്ന് അവർ തീർത്തു പറയും. പിന്നെ വേറെ വഴിയില്ലാതെ അവർ രണ്ടുപേരും നോമോസിനെ കുറിച്ചും ഇപ്പൊ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്ന വലിയ വലിയ കിങ്കരന്മാരെ കുറിച്ചുള്ള കാര്യം അവരോട് പറയും. പക്ഷെ അപ്പോഴും അവരാണെങ്കിൽ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് തന്നെ സാധിക്കും, ഞങ്ങൾ ഇത്രയും പേരെ പ്രൊട്ടക്ട് ചെയ്യാൻ നിനക്കെങ്ങനെ കഴിയുമെന്ന് അവനോട് ചോദിക്കും. അതിനവൻ പറയും, ഞാനൊരു സൂപ്പർ ഹീറോ ആണ്, ഒരുപാട് പേരെ അറ്റാക്ക് ചെയ്യാനും തോൽപ്പിക്കാനും എനിക്ക് പറ്റും. ഇത്രയൊക്കെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ജനങ്ങളാണെങ്കിൽ അവിടുന്ന് വരാനായിട്ട് തയ്യാറാവില്ല. ഉടനെ നിരാശയോടുകൂടെ അവർ പുറത്തേക്ക് വരികയാണ്. ആക്ച്വലി അവന്റെ വൈബ്രേഷൻ പവർ ഉപയോഗിച്ച് കൊണ്ട് ആ ബിൽഡിംഗ് തകർത്ത് അവരെ എല്ലാം നിർബന്ധിച്ച് അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് കഴിയും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് അവനത് ചെയ്യില്ല. ആ സമയത്ത് അവർക്കൊരു കോള് വരും. അവരാണെങ്കിൽ ആ കോൾ അറ്റൻഡ് ചെയ്യും. ഓപ്പോസിറ്റുള്ള ആളാണെങ്കിൽ വിളിച്ചു പറയും, എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. ആ മസ്കുലർ മാൻ വില്ലൻ അവൻ അവിടേക്ക് വരികയാണ്. അവരാണെങ്കിൽ ഒരു സെക്കൻഡ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ ആ ഒരു മസ്കുലർ മാൻ അവിടേക്ക് വരും. ഇസുക്ക് പയ്യൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവനെ മുൻപിൽ ലോക്ക് ചെയ്തത്. ആ വില്ലൻ ആണെങ്കിൽ കാഷ്വലായിട്ട് അവരോട് പറയും, നിങ്ങളോട് രണ്ടുപേരോട് മാത്രം ഫൈറ്റ് ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ബാക്കിയുള്ള സൂപ്പർ ഹീറോസ് അവരെവിടെയും ചോദിക്കും. ഉടനെ ആ സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ ആ പെണ്ണിനോട് എത്രയും വേഗം ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കണം, മാത്രമല്ല ആ ജനങ്ങളെ അവരെ പുറത്തേക്ക് വിടരുത്, അവരെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയും. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറയും. അത് കേട്ട് അവളാണെങ്കിൽ അവരുടെ അടുത്തേക്ക് പോവാണ്. ജനങ്ങളാണെങ്കിൽ പുറത്ത് വില്ലൻ വന്ന കാര്യം അറിഞ്ഞ് ഇപ്പൊ പുറത്തേക്ക് ഓടി വരും. അവൾ തടയാൻ ശ്രമിക്കുമെങ്കിലും അവളുടെ കൈ തട്ടി മാറ്റി അവരെല്ലാവരും പുറത്തേക്ക് വരികയാണ്. ആ സമയത്ത് ആ വില്ലനാണെങ്കിൽ ഒറ്റ പഞ്ചിൽ തന്നെ ആ ഒരു സൂപ്പർ ഹീറോയെ മടക്കി ലോക്ക് ചെയ്യും. വില്ലനാണെങ്കിൽ ജനങ്ങളെ കാണും. അവരെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവുമ്പോൾ നമ്മുടെ സൂപ്പർ ഹീറോ ആണെങ്കിൽ അവന്റെ വൈബ്രേറ്റർ പവർ അത് ഉപയോഗിക്കുകയാണ്. അത് കണ്ട വില്ലൻ അവനോട് പറയും, എന്റെ ഹാർമർ പവർ എന്താണെന്ന് എനിക്കറിയില്ല, അത് ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ബാക്കി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആ പവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. വില്ലനാണെങ്കിൽ ജയന്റ് രൂപത്തിലേക്ക് മാറി അവനെ പഞ്ച് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ജനങ്ങളാണെങ്കിൽ ഇപ്പൊ സൂപ്പർ ഹീറോ രക്ഷിക്കാനായിട്ട് പാഞ്ഞു വരും. ആ സമയത്ത് ഇപ്പൊ ആ ജയന്റ് വില്ലനെ ഒരാൾ ആഞ്ഞെട്ടിക്കും. എന്റെ ആണെങ്കിൽ അടുത്തുണ്ടായിരുന്ന ഒരു ചുമരിൽ പോയി ഇടിച്ച് അങ്ങനെ തെറിച്ച് വരികയാണ്. ആരാണ് എന്നെ അറ്റാക്ക് ചെയ്തതെന്ന് അവനങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ഇസുക്ക് പയ്യൻ. ഇതിന്റെ ഡേഞ്ചർ സെൻസിങ് പവർ അതുപയോഗിച്ചാണ് അവനിപ്പോ ആ ഒരു വില്ലനെ കണ്ടെത്തിയത്. കുമാനാണെങ്കിൽ ഇപ്പൊ ഹീറോയുടെ ശബ്ദം അത് കേൾക്കേണ്ട താമസം അതാരാണെന്ന് തിരിച്ചറിയും. ഓ, നീ ഇവിടേക്ക് എത്തിയോ? എന്നെ ലാസ്റ്റ് ടൈം ഫൈറ്റ് ചെയ്ത് നീ അല്ലേ ജയിലിലാക്കിയത്? ഞാൻ നിന്നെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു ബാറ്റിലിന് നീയായിട്ട് തന്നെ അവസരം ഉണ്ടാക്കി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ഇസുക്ക് പയ്യൻ നിൽക്കുന്ന ആ ഒരു ബിൽഡിംഗ് തന്നെ തകർത്ത് അതങ്ങനെ ഉയർത്തിയെടുക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അവരെ മൈൻഡ് പോലും ചെയ്യാതെ സൂപ്പർ ഹീറോ പയ്യനെ തൂക്കിയെടുത്ത് ആ സൂപ്പർ ഹീറോ പെണ്ണിന്റെ അടുത്തുകൊണ്ടുവന്ന് ചേർക്കും. ഐ എം സോറി, ഞാൻ ഇവിടേക്ക് എത്താൻ അല്പം ലേറ്റ് ആയി പോയി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഹീറോ ആണെങ്കിൽ ആ സൂപ്പർ ഹീറോ ഗേളിനോട് എത്രയും വേഗം അവന് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പറയും. അവളാണെങ്കിൽ ആ ശബ്ദം എവിടെയോ കേട്ടിട്ടുണ്ട്. പർപ്പിൾ കളറിൽ അവിടെ മുഴുവൻ ഫോഗ് അങ്ങനെ ഫിൽ ആയതുകൊണ്ട് പോസ്റ്റുള്ളത് ആരാണെന്ന് അവൾക്ക് മനസ്സിലാവില്ല. ആക്ച്വലി ഇത് 1 പവറിന്റെ കൂടെയുള്ള മറ്റൊരു പവറാണ്. അതാണെങ്കിൽ ആ ഒരു ഫോഗിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അത് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അവന്റെ ജീവന് തന്നെ അത് വലിയ ആപത്തായി മാറും. ആണെങ്കിൽ മുൻപ് 100% പവർ ഉപയോഗിച്ചാണ് അവൻ ഒരു വിധത്തിൽ അടിച്ച് തോൽപ്പിച്ചത്. സോ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് ഫൈറ്റ് ചെയ്താൽ അത് വലിയ കുഴപ്പമൊന്നും മനസ്സിലാക്കി ഇസുക്കാണെങ്കിൽ അവന്റെ ഒരുപാട് പവർ ഉപയോഗിച്ച് ഇപ്പൊ വില്ലനെ ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകും. വില്ലനാണെങ്കിൽ ഒരു വിധത്തിൽ ഹീറോയെ പിടിക്കാനായിട്ട് ശ്രമിക്കും. ഹീറോ ആണെങ്കിൽ അവന്റെ കൈ തട്ടി മാറ്റി ആഞ്ഞടിച്ച് താഴെയിടുകയാണ്. അതിനുശേഷം ഡോമറയെ കുറിച്ചും ആൽഫാർ വില്ലിനെ കുറിച്ചും ചോദിക്കും. പക്ഷെ അവനാണെങ്കിൽ കാഷ്വലായിട്ട് പറയും, നീ ചോദിച്ചാൽ ഉടനെ മറുപടി പറയുമെന്ന് നീ കരുതിയോ?
സത്യത്തിൽ നിന്റെ ഈ മൂവ്മെന്റ്സ് കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. നിന്നെ ഈസി ആയിട്ട് തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റും. ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട്. വില്ലനാണെങ്കിൽ അവന്റെ ജിം ബോഡി ഉപയോഗിച്ച് ഇപ്പൊ ഹീറോയുടെ ആ ഒരു ടെന്റിക്കിൾസ് എല്ലാം തന്നെ നശിപ്പിച്ച് കളയാണ്. അവന്റെ മസിൽ അങ്ങനെ കൂട്ടുംതോറും ഇപ്പൊ അവന്റെ മസിൽ തന്നെ തകർന്നു പോകും. ആക്ച്വലി ആ വില്ലന്റെ ഏറ്റവും വലിയ ഡീമെറിറ്റാണത്. അവനെ കൊണ്ട് ഒരു പരിധി കഴിയുമ്പോൾ അവന്റെ പവറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അവനത് തിരിച്ചറിഞ്ഞ് ഉഷാറായിട്ട് ഓടും. ഹീറോ ആണെങ്കിൽ വിടാതെ അവന്റെ പിന്നാലെ പോയി അവനെ ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയിൽ അവൻ അങ്ങനെ തകർത്ത് താഴെ വീഴും. അങ്ങനെ കട്ട് ചെയ്ത 2 സൂപ്പർ ഹീറോസ് മുൻപയച്ച ആ 2 സൂപ്പർ ഹീറോസിനെ തേടി അവിടേക്ക് എത്തുകയാണ്. അവരവിടേക്ക് വരുന്ന സമയം ആ ഒരു ജയന്റ് വില്ലനെ ഹീറോ അറഞ്ചം പുറഞ്ചോ അടിച്ച് അവിടുന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്ന രംഗമായിരിക്കും അവര് കാണുക. ഇവിടെ പരിക്ക് പറ്റിയ സൂപ്പർ ഹീറോ പയ്യനെ കാണിക്കും. അവനെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം ചേർന്ന് ഇപ്പോൾ സേഫ് ആക്കി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവനാണെങ്കിൽ പതിയെ കണ്ണു തുറക്കും. അവനെ ആ വില്ലന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആള് അതാരാണെന്ന് കൃത്യമായിട്ട് അവന് മനസ്സിലായിട്ടില്ല. എങ്കിലും ഒരു സൂചന അവന് കിട്ടിയതാണ്. ഇതേ ആള് തന്നെയാണ് അവന് പ്രൊഫഷണൽ എക്സാം ടൈമിൽ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്. അത് മറ്റാരോ അല്ല, സാക്ഷാൽ ഇസുക്ക് പയ്യൻ അവനാണെന്ന് ഇപ്പോൾ ആ സൂപ്പർ ഹീറോ തിരിച്ചറിയും. ഇവിടെ ഹീറോ ആണെങ്കിൽ ഡൈന പോലീസ് സ്റ്റേഷന്റെ മുൻപിലേക്ക് വന്ന് ആ ഒരു വില്ലനെ അവിടെ ഏൽപ്പിച്ച് കടന്നു പോവാണ്. അവനാണെങ്കിൽ ഇപ്പോൾ അവന്റെ ഡേഞ്ചർ സെൻസിൽ പ്രത്യേകിച്ച് എവിടെയും അപകടം ഉള്ളതായിട്ട് തോന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആൽമൈറ്റിനെ കാണുമെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ആൽമൈറ്റിനെ ലക്ഷ്യമാക്കി പോകും. ആൽമൈറ്റ് ആണെങ്കിൽ ഇപ്പൊ ഹീറോയെ വെയിറ്റ് ചെയ്ത് ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരും. നിന്റെ ഹെൽത്ത് ഓക്കെ ആണോ എന്ന് ആൽമൈറ്റ് ചോദിക്കും. അതിനവൻ പറയും കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഓക്കെയാണ്. യഥാർത്ഥത്തിൽ മാസ്റ്റർ ആൽമൈറ്റ് അദ്ദേഹം ചില ടെക്നിക്സും അതുപോലെ തന്നെ ചില പ്രത്യേക മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പെട്ടെന്ന് ഒരു റിക്കവറി അത് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ പോസിബിൾ ആയത്. ആണെങ്കിൽ അവനിപ്പോൾ ഒരു സ്പെഷ്യൽ ഗാഡ്ജറ്റ് കൊടുത്തിരിക്കുകയാണ്. ഓൾറെഡി ആ ഡാബ്രയായിട്ട് ഫൈറ്റ് ചെയ്ത് അവന്റെ ബോഡിയിൽ ഒരുപാട് പരുക്ക് പറ്റിയിട്ടുണ്ട്. മാസ്റ്റർ ആണെങ്കിൽ മുന്നറിയിപ്പ് കൊടുക്കും, ഒരു കാരണവശാലും നിന്റെ ഫുൾ പവറിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഈ ഗാഡ്ജറ്റിന് നിന്റെ 100% പവർ താങ്ങാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല. അതിനവനും ഓക്കെ പറയും. അവരങ്ങനെ ക്യാഷ്വലായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്ന അതേസമയം ഓക്സ് ആണെങ്കിൽ മാസ്റ്ററിനെ വിളിച്ച് ഈ പിസക്കിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അവൻ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. മാസ്റ്റർ പറയും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, അവൻ ഓക്കെയാണ്. സോ ഇവർ 3 പേരും ചേർന്നാണ് എന്തോ ഇപ്പൊ കാര്യമായിട്ട് പ്ലാൻ ചെയ്തത്. ഇസുക്കാണെങ്കിൽ ആ സമയം മറ്റെവിടേക്കോ ലക്ഷ്യം വെച്ച് പോവും. അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആ ഒരു പ്രിസണേഴ്സ് അവരെല്ലാവരും ഇപ്പോ കൂട്ടം കൂടിയാണോ അതോ ഒറ്റപ്പെട്ട് ഓരോ ഭാഗത്തേക്കാണോ പോയിരിക്കുന്നത് എന്ന് കണ്ടെത്തുക എന്നതാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. നമ്മുടെ ഹീറോ ഇസുക്ക് പയ്യൻ അവൻ കണ്ണു തുറന്ന സമയം ഡോക്ടർ ആണെങ്കിൽ ഇപ്പോ അവനോടും ബാക്കിയുള്ളവരോടും പറയും, കഴിഞ്ഞ തവണ അവൻ ഫൈറ്റ് ചെയ്ത് ഒരുപാട് ഇഞ്ചുറീസുമായിട്ടാണ് ഇവിടേക്ക് വന്നത്. ഇത്തവണയും അതുപോലെ ഒരുപാട് ഇഞ്ചുറി ഉണ്ട്. പക്ഷേ അവന്റെ ബോഡിയൊക്കെ ഒരുപാട് ചേഞ്ച് ആയിരിക്കുകയാണ്. പണ്ട് 5% മുകളിൽ അവന്റെ പവർ ഉപയോഗിക്കുമ്പോൾ തന്നെ അവന്റെ ബോഡി വീക്കായി പോവുകയാണ്. പക്ഷെ ഇപ്പൊ അവന്റെ ബോഡി കൂടുതൽ സ്ട്രോങ് ആണ്. അവനെ കൊണ്ട് പെട്ടെന്ന് തന്നെ ഹീൽ ആവാനും അതുപോലെ തന്നെ കൂടുതൽ പവർ താങ്ങാനും കഴിയുന്നു. കൊണ്ട് കൂടുതൽ പവർ അത് താങ്ങാനായിട്ടും കഴിയുന്നുണ്ട്. ഇപ്പൊ 45% പവർ അവനെ കൊണ്ട് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ ബോഡിക്ക് ഓവറായിട്ട് സ്ട്രെസ് കൊടുത്താൽ അത് വലിയൊരു കുഴപ്പമുണ്ടാക്കും. അതുകൊണ്ട് കെയർഫുൾ ആയിട്ടിരിക്കാനായിട്ട് ഡോക്ടർ മുന്നറിയിപ്പ് നൽകും. ഇസുക്കിന്റെ അമ്മയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഉടനെ ഇസുക്ക് ആണെങ്കിൽ ഇപ്പൊ മാസ്റ്ററിനെ നോക്കി കാര്യങ്ങൾ തുറന്നു പറയാമെന്നുള്ള സിഗ്നൽ കാണിക്കും. ഉടനെ മാസ്റ്റർ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും അവന്റെ അമ്മയോട് തുറന്നു പറയാണ്. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഇസുക്കിന് യാതൊരു പവറും ഇല്ലാത്തത് കൊണ്ടാണോ അവനെ കൊണ്ട് ഈ ഒരു പവർ അത് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നത്? എനിക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അതിന് മാസ്റ്റർ പറയും, അതെ, അത് മാത്രമല്ല ആ 1 പവർ തേടി മെയിൻ വില്ലന്മാരെല്ലാം അവനെ അന്വേഷിച്ചു വരാം. സോ അതുകൊണ്ട് തന്നെ അവനെ ഞങ്ങൾ എല്ലാ ഹീറോസും ചേർന്ന് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. US സ്കൂളിൽ അവൻ സേഫ് ആയിരിക്കും എന്ന് പറയും. പക്ഷെ ഹീറോ ആണെങ്കിൽ തീർത്ത് പറയും, ഇനി ഒരിക്കലും ഞാൻ അങ്ങോട്ടേക്കില്ല. ആ കാരണവും എന്റെ ഉള്ളിലെ ഈ പവർ കാരണവും എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേരെ എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവർക്ക് ഒരു വെല്ലുവിളിയായി അവരോടൊപ്പം ഞാൻ നിൽക്കില്ല. സന്തോഷമായിട്ട് അമ്മ എന്നെ പറഞ്ഞയക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് വിജയിക്കാനായിട്ട് കഴിയൂ. അവന്റെ അമ്മയാണെങ്കിൽ ഒരു സെക്കൻഡ് ചെറുപ്പകാലത്ത് ആൽമൈറ്റിനെ പോലെ ഒരു പവർഫുള്ളായ ആളായി നീ മാറണം എന്നൊക്കെ പറഞ്ഞ കാര്യം ആലോചിക്കും. അതിനുശേഷം മാസ്റ്റർ ആണെങ്കിൽ അവന്റെ അമ്മയുടെ കാൽക്കൽ വീണ ആ ഒരു കാര്യം ആലോചിച്ചെടുക്കും. പിന്നീട് നിന്റെ ജീവൻ ഇത് വില കൊടുത്ത് ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നു പറഞ്ഞ് ജീനിയസ്റ്റിനെയും ഓക്സിനെയും എൻഡവറിനെയും ഈ കാര്യങ്ങളെല്ലാം അറിയിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇസുക്കാണെങ്കിൽ ഐസമ മാസ്റ്ററിന്റെ അടുത്തേക്ക് വരും. അനാ ഷിമോറോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ അദ്ദേഹത്തോട് പറയും. അത് കേട്ട് അദ്ദേഹമാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. അവനാണെങ്കിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹവും ആ സ്കാർഫും ഒക്കെ വാങ്ങി അവിടുന്ന് കടന്നു പോവാണ്. പിന്നീട് എൻഡവറും ബാക്കിയുള്ള ആളുകളും നമ്മുടെ ഹീറോയും അവരെല്ലാം ഒറ്റക്കെട്ടായി ടൗണിലുള്ള വില്ലന്മാരെ തേടി ഇറങ്ങുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.